9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്തു അച്ഛനോടൊപ്പം ബാലവേല ചെയ്യുകയല്ല, മറിച്ച് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവൻ്റെ അച്ഛനൊപ്പം ഒരു തൊഴിൽ കൂടി പഠിക്കുകയാണ്. പള്ളിപ്പുറം പള്ളിക്ക് വടക്കാണ് ക്ലാസിക് ഓട്ടോമൊബൈൽസ് എന്ന സ്ഥാപനമുള്ളത്. ഇവിടെയാണ് അച്ഛനും മകനും കൈകോർത്ത് ബുള്ളറ്റുകൾ മുതലുള്ള ഇരുചക്ര വാഹനങ്ങൾ ഉഷാറാക്കുന്നത്. ഞാനിപ്പോൾ ഒരു 24 വർഷത്തോളമായി ഈ പള്ളിപ്പുറത്ത് വർക്ക്ഷോപ്പ് നടത്തുന്നു. അപ്പോൾ ചെറിയ പ്രായം തൊട്ട് തന്നെ ഒരു 7 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ എൻ്റെ കൂട്ടത്തിൽ ബൈക്കിനാണെങ്കിലും ഇങ്ങോട്ട് പോരും. ഇവിടെ വന്ന് ഇങ്ങനെ സ്പാനറൊക്കെയാണ് അവൻ്റെ കളി സാധനങ്ങൾ. സാധാരണ പിള്ളേരുടെയൊക്കെ കളിക്കോപ്പുകളൊന്നും അല്ല പുള്ളിക്കൂടെ സ്ക്രൂ ഡ്രൈവർ, പ്ലെയർ അങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതിനോടൊരു താല്പര്യം ഉണ്ട്. ഇരുപത്തിനാല് വർഷമായി പള്ളിപ്പുറത്തെ ശ്രീകാന്തിനെ തേടി വണ്ടികൾ ദൂരദേശത്തുനിന്ന് പോലും എത്തുന്നുണ്ട്. ആ കൈപുണ്യം മകനിലേക്കും പടർന്നിരിക്കുകയാണ്. അതെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്തകൃഷ്ണൻ അച്ഛനൊപ്പം ബൈക്ക് മെക്കാനിക്കായി പേരെടുക്കുകയാണ്. ഇങ്ങനെ ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ വെഹിക്കിളിൻ്റെ കാര്യങ്ങൾ നമ്മളെക്കാളും കൂടുതൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനോടനുബന്ധിച്ച് പുള്ളി തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടും. ചില കാര്യങ്ങൾ നമുക്ക് പോലും അറിയാൻ പാടാത്ത കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. തിരുനെല്ലൂർ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിയായ അനന്തു 7ാം വയസ്സ് മുതൽ അച്ഛൻ്റെ വർക്ക്ഷോപ്പിലെ സ്ഥിരം സന്ദർശകനാണ്. വണ്ടികൾ പുതിയ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് അതിനനുസരിച്ച് അറിയാനും ഇതൊക്കെ ആയിട്ട് വന്നതാണ് അല്ലാണ്ട്. ഇവിടെ പഴയ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് പഴയ മോഡൽ വണ്ടി, ഈ സ്പ്ലെൻഡറും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇഷ്ടമാണ്. അതുമേലൊക്കെ എല്ലാം ചെയ്യണത്. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് സജീവ പണിക്കാരനായി ഈ 14കാരൻ മാറി. കൊറോണ കാരണം സ്കൂളൊക്കെ അവധിയായി. അത്യാവശ്യം ഓൺലൈൻ ക്ലാസ്. പിള്ളേർ കൂടുതൽ നേരം ഫോണുമായിട്ട് ഇരിക്കുന്നവരുടെ വീട്ടിൽ താല്പര്യമില്ല. കാര്യം അവർ വേറെ ലോകത്തേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാകുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ ആൺകുട്ടികളല്ലേ, ഫോണൊക്കെ ഇട്ടിരുന്ന വഴിതെറ്റി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഫോണുമായിട്ടിരുന്നിട്ട് ഒരുപാട് പ്രോബ്ലംസുകളായിട്ടുണ്ട്. ഇതൊരു പണി അറിഞ്ഞിരിക്കുക. ഭാവിയിൽ നമ്മൾക്ക് പ്രായം കൂടുന്തോറും ഒരു സഹായിയായിട്ട് പുള്ളിക്കാരനാണെങ്കിലും വിളിച്ചാൽ വരുമല്ലോ. അങ്ങനെയൊക്കെ താല്പര്യമുണ്ട് ഇതിനോട്. എല്ലാ വണ്ടികളും അത്യാവശ്യം ഇപ്പോൾ ബുള്ളറ്റൊക്കെ ആണെങ്കിൽ ചെയിൻ പോക്കറ്റൊക്കെ മാറാനാണെങ്കിലും, പിന്നെ കൈക്കൊക്കെ വഴങ്ങണം, വലിയ നെട്ടുകളൊക്കെ അയച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം പുതിയ ഇമ്പാക്റ്റ് ടൂൾസുകളും കാര്യങ്ങളൊക്കെ വന്നതാണ്. വലുതാകുമ്പോൾ വർക്ക്ഷോപ്പുമായി മകൻ മുന്നോട്ട് പോകണമെന്നല്ല ഈ അച്ഛൻ ആഗ്രഹിക്കുന്നത്. കൂടുതലും ടെക്നിക്കൽ പരമായ കാര്യങ്ങളാണ് ഇവൻ്റെ ഉള്ളിലുള്ളത്. പഠനത്തിലൊക്കെ ശകലം താല്പര്യക്കുറവുണ്ടെങ്കിലും ഇത് ക്രൈസാണ് അതിന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വർക്ക്ഷോപ്പ് ഫീൽഡിലേക്ക് വരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ കുറച്ചുകൂടി ഉയർന്ന മേഖലകളുണ്ടല്ലോ. ചിലപ്പോൾ ഒരു വെഹിക്കിൾ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മേഖലയിലേക്ക്, കാര്യം നമ്മൾ എല്ലാവരും വർക്ക്ഷോപ്പിലേക്ക് പോകുന്നിട്ട് കാര്യമില്ല. ഇതിനകത്തേക്ക് പുതിയതായിട്ട് ആരും വരുന്നില്ല ഈ രംഗത്തേക്ക്. പിള്ളേരെ സെറ്റുകളാണെങ്കിൽ പോലും പുതിയ ആളുകളുടെയൊക്കെ പോരായ്മകളുണ്ട്. ഇതിനകത്തേക്ക് തന്നെ നമ്മൾ തളച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ചുകൂടി ഡെവലപ്പായിട്ടുള്ള മേഖലകൾ, അതാണ് എൻ്റെ ആഗ്രഹം. ഈ തൊഴിലിലേക്കല്ല അവൻ പോകാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ മേലെ പോകാൻ വേണ്ടിയാണ് അനന്തു ആഗ്രഹിക്കുന്നത്. അനന്തു ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. ക്യാമറമാൻ മിഥുൻ രവിക്കൊപ്പം IypeVallikadan. നമസ്കാരം.